ചന്ദ്രശേഖർ 120 വോട്ടുകൾക്ക് ലീഡ് ഉയർത്തുകയാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ NDA 120 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. ഇപ്പോൾ പത്തനാപുരത്ത് പട്ടാഴിയിൽ ഒന്നാം റൗണ്ട് പൂർത്തിയായപ്പോൾ UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല 1000 തൊടുന്നുണ്ട്. 1000-ന് അടുത്തെത്തിയേ 973 വോട്ടിന്റെ ഇടത്. പത്തനാപുരത്ത് KV ഗണേഷ് കുമാർ വീഴുകയാണോ? അവിടെ ജ്യോതികുമാർ ചാമക്കാല വാഴുമ 973 വോട്ടിന്റെ ലീഡാണ് പട്ടാഴി എണ്ണിക്കഴിയുമ്പോൾ, ആ മലയോര മേഖല എണ്ണിക്കഴിയുമ്പോൾ. ഇപ്പോഴാ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ജ്യോതികുമാർ ചാമക്കാല ഇലക്ഷൻ ബസ്സിൽ ഇരുന്ന് പറഞ്ഞാണ് എണ്ണിക്കോളൂ 14,500 വോട്ടിന് ഞാൻ ജയിക്കുമെന്ന്. അത് കറക്റ്റ് ആവാൻ പോവുകയാണോ? പത്തനാപുരത്ത് ഒരു UDF തരംഗത്തിന്റെ സൂചന. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല ഡിസിസീവായി ലീഡ് എടുക്കുന്നു, ലീഡ് ഉയർത്തുന്നു. തൃപ്പൂണിത്തുറയിൽ ആദ്യത്തെ റൗണ്ടിൽ UDF ആണ് ലീഡ് ചെയ്യുന്നത്. കോതമംഗലത്ത് ആദ്യത്തെ റൗണ്ടിൽ UDF 1177 വോട്ടിന് ലീഡ് ചെയ്യുന്നു. അത് കണ്ടോ, CC മൂന്നൻ രണ്ടാം സ്ഥാനത്ത്. നാട്ടികയിൽ CC മൂന്നൻ രണ്ടാം സ്ഥാനത്ത്, NDA സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്ത്, CPI സീറ്റ് നിശ്ചയിച്ച സിറ്റിംഗ് MLA രണ്ടാം സ്ഥാനത്ത് വരുന്നു എന്നതാണ് ആദ്യ ട്രെൻഡ്. കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ LDF ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത സ്വാഭാവികമായും CPM-ന് ആശ്വസിക്കാനുള്ളതാണ്. തലശ്ശേരിയിലും പയ്യന്നൂരിലും കല്യാശ്ശേരിയിലും തളിപ്പറമ്പിലും അഴീക്കോട്ടും LDF ലീഡ് ചെയ്യുകയാണ്. കണ്ണൂർ ജില്ലയിൽ തവനൂരിൽ വലിയൊരു തരംഗത്തിന്റെ സൂചന. VS ജോയ് ഒന്നാമത്തെ റൗണ്ടിൽ 2236 വോട്ടിൽ ലീഡ് ചെയ്യുന്നു എന്നതിന്റെ അർത്ഥം വളരെ വലിയ. പേരാമ്പ്രയിൽ UDF, അതായത് പേരാമ്പ്രയിൽ TP രാമകൃഷ്ണനെതിരെ ഫാത്തിമ തേലിയ 623 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. ചെങ്ങരോത്ത് പഞ്ചായത്താണ് ആര്യ എണ്ണുന്നത്. അത്രയും ആവേശം വേണ്ട. ചെങ്ങരോത്ത് പഞ്ചായത്ത് UDF-ന് വലിയ ലീഡ് കൊടുക്കുന്ന പഞ്ചായത്താണ്, ഒരു സംശയവുമില്ല. ചെങ്ങരോത്ത് പഞ്ചായത്ത് എണ്ണുമ്പോഴാണ് പേരാമ്പ്രയിൽ വലിയ ലീഡിലേക്ക്. കല്യാശ്ശേരി CPM-ന്റെ ഏറ്റവും വലിയ പ്രഭാവ കേന്ദ്രമാണ്. അവിടെ 467 വോട്ടിന് ലീഡ് ചെയ്യുന്നുണ്ട്. ഇരിക്കൂറിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രഭാവ കേന്ദ്രം 1000-ൽ പരം. ആദ്യത്തെ ട്രെൻഡിനെ എങ്ങനെ വിലയിരുത്താം? എവിടെയെങ്കിലും ഇളക്കമുണ്ടോ കണ്ണൂരിൽ? ഈ പോസ്റ്റൽ ബാലറ്റിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പോസ്റ്റൽ ബാലറ്റിൽ ഏതെങ്കിലും വലിയ രീതിയിൽ അട്ടിമറി സൂചനകൾ ഒന്നും തന്നെ ഉണ്ട് എന്ന് പറയാൻ സാധ്യമല്ല. കാരണം ഈ നിലവിലുള്ള അതേ രാഷ്ട്രീയ സ്ഥിതിക്ക് സമാനമായ രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാര്യമായ വോട്ടെണ്ണൽ നടന്നിട്ടില്ല. അതിനിടെ മട്ടന്നൂർ മണ്ഡലത്തിൽ ഒരു മെഷീൻ തകരാറായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ VVPAT എന്നതാണ് തീരുമാനം. VVPATന്റെ വിവരങ്ങൾ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. കളമശ്ശേരിയിൽ മന്ത്രി P രാജീവ് 650 വോട്ടിന് പിമ്പിൽ. ഫസ്റ്റ് റൗണ്ടിൽ P രാജീവ് പിന്നിൽ. കരുമാനൂർ പഞ്ചായത്താണ് എണ്ണുന്നത്. അതൊരു ഷോക്കറാണ്. കളമശ്ശേരി മുനിസിപ്പാലിറ്റി അവസാനത്തെ റൗണ്ടിലാണ് എണ്ണുക എന്നത് കണക്കിലാകുമ്പോൾ എറണാകുളത്ത് നിന്ന് ഒരു നിരാശാഭരിതമായ വാർത്ത. LDF-ന് 650 വോട്ടിന് കളമശ്ശേരിയിൽ. കായംകുളത്ത് ഇപ്പോൾ ഇടത് കോട്ടയാണ് പത്തിയൂർ. അവിടെ ലിജുവിന് UDF കാൻഡിഡേറ്റിന് LDF ഭരിക്കുന്ന പഞ്ചായത്താണ് പത്തിയൂർ. അവിടെയാണ് M ലിജു ലീഡ് എടുത്തിരിക്കുന്നത്. പത്തിയൂരിൽ ലിജുവിനാണ് ലീഡ്.